അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കും ഒക്കെ ഇതൊന്നും കാണാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. വീട്ടുവിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യൽ അടിച്ചു പോകണം കേട്ടോ. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അച്ചു ആണെങ്കിൽ ഒരു പൂവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് നല്ല കഴിവുണ്ട്. അച്ഛനല്ല കണ്ണനാണെങ്കിലും കൊണ്ടല്ലോ ഓരോന്ന് ഉണ്ടാക്കാൻ എടുക്കാനൊക്കെ നല്ല കഴിവുണ്ട്. അപ്പം അവർക്കിന്ന് ഗാന്ധി സ്റ്റഡിയുടെ എക്സാമാണ്. അപ്പം അതിന് വേണ്ടി അവർക്ക് ഓരോ പ്രാക്ടിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിബിള് ഫ്ലവറും പിന്നെ അങ്ങനെ കുറേ 7 ഐറ്റംസ് അങ്ങനെ ഇവർക്ക് ഉണ്ടാക്കണം. അപ്പോൾ അത് ഇവർ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും പൂവായിരുന്നു പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ എൻ്റെ കുഞ്ഞിലെ ഞാൻ ഒരുപാട് ഇങ്ങനെ കുഞ്ഞിലെന്ന് പറയുമ്പോൾ ഇവളുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അന്നൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ ഓർമ്മയിൽ അവൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ അവൾ തന്നെ ഉണ്ടാക്കി എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെക്കുന്നതിൻ്റെയൊക്കെ ഉണ്ട്. റോസപ്പൂവാണ് ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. കാര്യം കൊച്ചു പിള്ളേരൊക്കെ അല്ലേ, അവർക്ക് ഓരോന്നൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു സപ്പോർട്ട് നല്ലതാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക്. നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ നമ്മുടെ മക്കൾ എന്നെ ഉണ്ടാക്കലും നല്ലതെന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആദ്യമായിട്ടൊക്കെ കാണുന്നവർ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അച്ചു ഇരുന്ന് എന്നാണ് പരിപാടി? വേണ്ട പൂവ്. ഇത് എന്നതിനുള്ളതാ? കണ്ടോ, ഈ പൂ ഉണ്ടാക്കാൻ ആരാ മോളെ പഠിപ്പിച്ചത്? അത് പറഞ്ഞ്. റോസപ്പൂ അച്ഛന് കുറേ ഇതുണ്ട്, പ്രാക്ടിക്കലുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഓരോ ക്ലാസ്സിൽ. അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. കുറേ ഉണ്ടാക്കണ്ടേ? പ്രാക്ടിക്കൽ ഒന്നേ ഉള്ളൂ, ഉണ്ടാക്കേണ്ട സംഭവങ്ങൾ കുറയില്ല. അതാ ഉദ്ദേശിച്ചേനെ, പറഞ്ഞ തെറ്റിപ്പോയി, സോറി. വേഗം ചെയ്യും, സമയം പോവും. ക്ലോക്കേ നോക്കാതെ വേഗം ചെയ്യാൻ നോക്ക്. പൂ ഉണ്ടാക്കി കഴിഞ്ഞ വെച്ചു എത്ര എണ്ണം ഉണ്ടാക്കി? കഴിച്ച് കൊള്ളാം കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. സമയം എത്രയായി? 10:30. ബാക്കി പേപ്പറൊക്കെ എടുത്ത് വെക്കണം. നാളെ അവിടെ ചെന്ന് സാമട്ടി നിൽക്കല്, പെട്ടെന്ന് അത് ഉണ്ടാക്കിയേക്കണം കേട്ടോ. നാളെ ഇനി കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എക്സാമാണ് നാളെ. വെളുപ്പം ഇട്ട് വെച്ചിന് ബാക്കി നോക്ക്. അതിൻ്റെ ഇതിന് ബാക്കി കുറച്ചും കൂടി ആ ഇലയോട് കൂടി ഒന്ന് കാണിച്ചേ. മറ്റേത് അതിൻ്റെ അടി പിടിപ്പിച്ചേക്കുന്നതിൽ ഇപ്പുറത്ത് ഇനി പിടിപ്പിക്കണ്ടേ? എന്ത് കാണിച്ചേ? കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. പൂവെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണിത്. ഈ റിബണൊക്കെ പേപ്പർ കൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം ഉണ്ടാക്കി കഴിയുമ്പം കിടക്കുന്നുണ്ടോ. ഇനി ഇതിൻ്റെ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയാണ്. മുഴുവനും ക്ലീൻ ചെയ്തെടുക്കണം. ബാക്കി ഇനി അവർക്ക് സ്കൂളിൽ ചെന്നിരുന്നും ഉണ്ടാക്കണേ. അതിനുള്ള പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പൈസ എടുത്തോ? പൂജാമുറി അങ്ങ് അടച്ചു. ഇനി ഒന്നും എടുക്കാനില്ലല്ലോടി. ഇത് ഈ ഡിസ്പോസൽ ഗ്ലാസ് വല്ലതും വേണോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നാ അങ്ങനെ രാവിലത്തെ ഒരു വലിയൊരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. മുറ്റം തൂത്ത് പാറണം. വേഴാമ്പലിൻ്റെ ശല്യം ഒരു വശത്തൂടെ. ഇനി ഒന്നേന്ന് കിടക്കുവാണ് അടിക്കപ്പെറുക്ക്. എല്ലാം ഇനി ഒന്നേന്ന്. അടുക്കളയൊക്കെ അല്ലങ്കോലപ്പെട്ട് കിടക്കാണ്. എല്ലാം ഒന്ന് വൃത്തിയാക്കി. ഈ എക്സാമും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാണ്ടല്ലോ പിള്ളേരെക്കാൾ ടെൻഷൻ നമുക്കാണല്ലേ. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇവരെക്കാൾ ടെൻഷൻ എനിക്കാണ്. ഇപ്പോൾ അച്ഛന് ഓരോന്നൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഞാൻ സെറ്റാക്കി വെച്ച് പിന്നെ എനിക്ക് ടെൻഷനാണ്. ഇനി എന്നേലും അവൾ എടുക്കാൻ മറന്നോ,
അവൾക്ക് അവിടെ ചെല്ലുമ്പോൾ ടെൻഷൻ ആവുമോ, അവളെല്ലാം നല്ല രീതിക്ക് ചെയ്യുമോ, ഭയങ്കര ടെൻഷനാണ്. എനിക്കറിയാൻ മേല. അവരെയൊക്കെ ടെൻഷൻ എനിക്കാണ്. ഇനി വല്ലതും എടുക്കാൻ മറന്നോ എന്നൊക്കെ ഒരു വെപ്രാളമാണ് എനിക്ക്. ഇനി അവൾ വരുന്നിടം വരെ ഇനി എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം ഇതൊക്കെ അറിയുന്നിടം വരെ ഉണ്ടല്ലോ ഒരു സമാധാനമില്ല. ഇപ്പം രാവിലത്തെ വലിയൊരു വേളം കഴിഞ്ഞു. ഇനിയാണ് അംഗപ്പുറപ്പാട് തുടങ്ങാൻ പോകുന്നത്. അതെല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയാണെന്നറിയാം. എല്ലാവരും പോയി കഴിയുമ്പോൾ നമുക്ക് എത്ര വയ്യെന്ന് പറഞ്ഞാലും ഒരു സൈഡിൽ നിന്ന് നമ്മൾ ജോലി ചെയ്ത് തുടങ്ങും. ഇപ്പോൾ രാവിലെ വെയിലുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര മൂടലായിരുന്നു കേട്ടോ. വെയിലുണ്ട്. നോക്കട്ടെ, മിറ്റം തൂക്കാൻ പറ്റുവാണെങ്കിൽ മിറ്റമൊക്കെ ഒന്ന് തൂത്തേച്ച് വേണം ഇനി അകത്തോട്ട് കയറാനായിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാവേ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ എല്ലാവരും വൈകിട്ടേ വരുള്ളൂ എന്നായിരുന്നു പറഞ്ഞത്. അന്നേരം ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ ചോറും കറി ഇന്ന് വൈകിട്ടത്തേക്ക് വെച്ചാൽ മതിയല്ലോ. പെരക്കെല്ലാം തുടയ്ക്കണം, തൂക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കും. ഒരിക്കലും നടക്കാറില്ല കേട്ടോ. എന്നും അത് തലതിരിഞ്ഞേ നടക്കത്തുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് അങ്ങനെ വിചാരിച്ചല്ല ഇരുന്നാണ് ചുമ വരുന്നത് ഭയങ്കരമായിട്ട്. അപ്പം ഇന്ന് എനിക്ക് ഇരുന്നപ്പോഴത്തേക്കാണ് കണ്ണൻ ക്ലാസ്സില്ലെന്ന് പറഞ്ഞു വന്നത്. പിന്നെ ചോറും കറിയൊക്കെ വെക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചോറും കറിയൊക്കെ രാവിലെ ചേട്ടൻ മീനൊക്കെ മേടിച്ച് വന്നിട്ടായിരുന്നു പോയതേ. അന്നേരം അതിനകത്ത് എനിക്ക് ഈ മീനിൻ്റെ തല കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം അതാണ്. ഇപ്പം തലയൊക്കെ മേടിച്ചതിന് ചേട്ടൻ പറഞ്ഞു നീ ചോറൊക്കെ വെച്ച് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഞാനെല്ലാം എടുത്ത് ഫ്രീസറിലോട്ട് വെച്ചതായിരുന്നേ. ഇപ്പോൾ എല്ലാം വീണ്ടും കറി. ഇപ്പം നമ്മുടെ സാധാരണ മീൻ കറി തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ എൻ്റെ അരപ്പൊന്നും ചേർക്കുന്നൊന്നും ഒരുപാട് കാണിക്കാതിരുന്നത്. ഇപ്പം മീനിൻ്റെ തലയും അവർക്ക് പിന്നെ അല്ലാതെ മീൻ കഷ്ണവും ഒക്കെ ഇട്ട് ഞാൻ മീൻകറി വെച്ച്. ഇപ്പം കണ്ണനുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ ഉച്ചയ്ക്ക് അവൻ രാവിലെ എന്നും കാപ്പി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. ഉച്ചയ്ക്ക് വൈകിട്ട് വന്നിട്ട് ചോറുണ്ട് 4 മണിക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക്. വീട്ടിലുള്ള സമയത്ത് ഉച്ചയ്ക്ക് ചോറുണ്ണും. ഇപ്പം മീൻകറി വെക്കണം, മീൻ വറക്കാനും കൂടെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ എന്നാലും പെരയ്ക്കാൻ ഒരു ഇച്ചിരി ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. എന്നിട്ട് ഇനി ബാക്കി പരിപാടിയുള്ളൂ. അപ്പോൾ കറിയൊക്കെ അടുപ്പിലിട്ടങ്ങ് വെച്ചിട്ട് അരി അടുപ്പിലിട്ടങ്ങ് തിളച്ചു. അന്നേരം അതങ്ങോട്ട് മാറ്റി വെച്ച് അങ്ങോട്ട് തന്നെ കറിയും കൂടെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കറി അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് ഞാൻ പെരക്കൊക്കെ തുടച്ചേച്ച് വരട്ടെ. കണ്ണൻ വന്നു കഴിയുമ്പോഴത്തേക്ക് കണ്ണൻ പറഞ്ഞ് അമ്മ പെരക്ക വന്ന് തൂക്കണ്ട, ഞാൻ തൂത്തോളാമെന്നും പറഞ്ഞിട്ട് കണ്ണൻ തൂക്കാൻ. എൻ്റെ കാലൊന്ന് ഉളുക്കിയിരിക്കുവാണ്. നല്ല വേദനയാണ് കാലിന്. ഇച്ചിരി നേരം നിന്ന് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ഇന്നേ വിചാരിച്ച ആരുമില്ലല്ലോ, പതിയെ കുറേശ്ശെ അങ്ങ് ചെയ്ത് തീർക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേങ്കിൽ കണ്ണൻ എന്നോട് പറഞ്ഞു അമ്മ അവിടെ ഇരിക്കുന്നൊന്നുമില്ല, അടുക്കള ജോലിയുണ്ട് എനിക്ക്, ഞാനിവിടെ എല്ലാം വൃത്തിയായിക്കോളാന്ന്. വേണ്ട കുഞ്ഞ് ഈ സെറ്റിയിലൊക്കെ ഇതുണ്ട്. കേക്ക് തിന്നതാ കണ്ടോ, അത് തട്ടിക്കളഞ്ഞവനെ. അതൊക്കെ തട്ടി ടീപ്പൊക്കെ അങ്ങോട്ട് നീക്കി. പിന്നെ കണ്ണമ്മ ജോലി ചെയ്താണ്ടല്ലോ നല്ല വൃത്തിക്ക് ചെയ്യുള്ളൂ അല്ലേ കണ്ണമ്മനെ? ഭയങ്കര ഇപ്പോൾ വലിയ ആളായതൊരു പാവമാണ് ഈ ചെറുക്കനെ. ആണ് അതിൽ പേപ്പറൊക്കെ കളഞ്ഞോടാ, കുഴപ്പമില്ല. അതിൽ പേപ്പറൊക്കെ വേണ്ടാത്ത തട്ടിക്കള. ആണ്ടാണ്ട് അതിൻ്റെ അടി മൊത്തം പേപ്പർ, സ്റ്റാൻഡിൻ്റെ ടീപ്പോടെ എല്ലാം ഇങ്ങോട്ടാണ് വെക്കുന്നത്. അച്ഛൻ വരുമ്പോൾ അവിടെ നിന്ന് എല്ലാം എടുത്തെറിയുന്നു നോക്കും. പുസ്തകം സെറ്റ് ചെയ്യൽ അതൊക്കെ നിലത്ത് കളഞ്ഞുതരും, അതൊക്കെ ഇനി ആവശ്യമില്ലാത്ത. ഞാൻ നേരം ഞങ്ങളുടെ റൂമൊക്കെ തൂത്തിങ്ങി ഇറക്കി കേട്ടോ. ഇനി ഹാളും കൂടെ ഉള്ളൂ തൂക്കാനായിട്ട്. പശ വല്ലതും ഉണ്ടെങ്കിൽ നിലത്തൊരിടല്ലേ മോനെ, വേസ്റ്റ് ഒക്കെയിലോട്ട് കൊണ്ടങ്ങിടുക. ആ ടീപ്പ് വന്നിട്ട് അങ്ങോട്ട് നീക്കിയിട്, ഇവിടുന്ന് പൊക്കി അങ്ങോട്ട് നീക്കുക, അന്നേരം അതിൻ്റെ അടിയിലത്തെല്ലാം പോവും. നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ച് കേട്ടോ. അടുപ്പ് വെച്ചുള്ള ഗുണം ഇതാ, പെട്ടെന്ന് തിളച്ചോളും. അത് വെച്ചാൽ നല്ലപോലെ ചൂടായി കിടക്കുന്നതുകൊണ്ടാണ്. അടുപ്പിൽ തീ എത്തിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഓരോന്നും അരി അടുപ്പിട്ട് വെച്ച് അടുത്തത് അങ്ങ് ചെയ്യാമെങ്കിൽ ഉണ്ടല്ലോ, അടുപ്പിലോട്ട് നമുക്കെല്ലാം വെക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് കൂടുതലും അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ എല്ലാം വെക്കും കേട്ടോ. അന്നേരം പിന്നെ ഗ്യാസ് വലുതായിട്ട് നമുക്കിങ്ങനെ കത്തിക്കേണ്ടി വരത്തില്ല. വിറകെല്ലാം നല്ലപോലെ ഉണങ്ങി. നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ ഒന്ന് പറ്റി കേട്ടോ. ഇനി ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും
കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ മീൻകറി സെറ്റായി. മീൻകറി അങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി വെച്ചു. നമ്മുടെ ചോറെടുത്ത് വീണ്ടും വെച്ച് തിളച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നല്ല ചൂടാണ് അടുപ്പിൽ. ചോറ് ഇച്ചിരി വെന്ത് കഴിഞ്ഞാൽ ചോറും കൂടെ ഊറ്റാം. മെഴുക്കുവരട്ടി കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയെല്ലാം റെഡി ആവുക. പിന്നെ ഇനി മീൻ വറുത്താൽ മതി. അത് ഇനിയിപ്പം ചോറുണ്ണാറാകുമ്പോഴത്തേക്ക് വറുക്കത്തുള്ളൂ. ഇവിടെ മീൻ എല്ലാവർക്കും ചൂടോടുകൂടി വേണം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കൊണ്ട് വെന്ത് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡിയായി. അപ്പം നമ്മുടെ വീഡിയോ നല്ല ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്ക് കാലിൽ നല്ല വേദന എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ നിർത്തുവാണ്. നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.